കേരളത്തിൻ്റെ ആദ്യത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി ആരാണെന്നറിയാമോ? ഡോക്ടർ എ ആർ മേനോനാണ്. ഡോക്ടർ എ ആർ മേനോൻ. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി ആരാണ്? വീണ ജോർജാണ്. ആരാണ്? വീണ ജോർജാണ്. കേരളത്തിൽ നമുക്കറിയാം ആരോഗ്യ മേഖലയിലൊക്കെ ഉണ്ടായിട്ടുള്ളൊരു പുരോഗതി എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്, അല്ലേ? ആണ്. നമ്മളൊരു 5 വർഷം അല്ലെങ്കിൽ 10 വർഷം മുമ്പ് കണ്ട സർക്കാർ ഹോസ്പിറ്റലുകളാണോ ഇപ്പോൾ കാണുന്നത്? ആണെങ്കിൽ നിങ്ങളാണെന്ന് പറ, അല്ലെങ്കിൽ അല്ലെന്ന് പറ. ആണോ? അല്ല. കാരണം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നവീകരിച്ച കെട്ടിടങ്ങൾ, അതുപോലെ തന്നെ രോഗികളെ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കുന്നതിനുള്ള സൗകര്യം, 24 മണിക്കൂർ ഡോക്ടർമാരുടെ സേവനം, ഇതൊക്കെ ഇന്ന് സർക്കാർ ഹോസ്പിറ്റലുകളിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വൃത്തിയുടെ കാര്യത്തിലും സർക്കാർ ഹോസ്പിറ്റലുകൾ വളരെ മുന്നിലാണ്. വളരെ നൂതന രീതിയിലുള്ള ടോയ്ലറ്റ് സംവിധാനം, വളരെ വൃത്തിയുള്ള ടോയ്ലറ്റുകൾ, ഇതൊക്കെ ഇന്ന് കേരളത്തിലെ സർക്കാർ ആസ്പത്രികളുടെ പ്രത്യേകതകളാണ്. അതുപോലെ തന്നെ 65 വയസ്സിന് മുകളിൽ പ്രായമായവർക്ക് സൗജന്യ ചികിത്സ നൽകുന്നു. അത് വളരെ വലിയൊരു കാര്യമാണ്. ആർദ്രം, അത് വയോമിത്രം പദ്ധതി. അതുപോലെ തന്നെ കേരളത്തിലെ സർക്കാർ ഹോസ്പിറ്റലുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ആർദ്രം പദ്ധതി. അതും വളരെ വളരെ ബെറ്ററായ ഒരു പദ്ധതിയാണ്. അതുപോലെ തന്നെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒട്ടുമിക്ക മരുന്നുകളും കേരളത്തിലെ സർക്കാർ ഹോസ്പിറ്റലുകളിലെ ഫാർമസിയിൽ അവൈലബിൾ ആണ്. റെയറായിട്ടെങ്ങാണമേ ഉള്ളൂ മെഡിസിൻ്റെ ദൗർലഭ്യത ഉണ്ടാകുന്നു. അന്നേരം ആ സമയങ്ങളിൽ പിന്നെ ഹോസ്പിറ്റലിനകത്തുള്ള സപ്ലൈകോയുടെ മെഡിക്കൽ സ്റ്റോറുണ്ട്, അവിടെ ആ മരുന്നും അവൈലബിൾ ആണ്. കേരളത്തിലെ ഇന്ന് സർക്കാർ ഹോസ്പിറ്റലുകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. അതൊക്കെ ഭരണ നേട്ടങ്ങൾ തന്നെയാണ്, നമുക്കല്ലെന്ന് പറയാൻ കഴിയില്ല. ഇന്ന് കേരളത്തിലെ സർക്കാർ ഹോസ്പിറ്റലുകൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെന്ന് പറയാൻ കഴിയുമോ? ഇല്ല. അതുപോലെ വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ ഫെസിലിറ്റികളാണ് ഇന്ന് കേരളത്തിലെ സർക്കാർ ഹോസ്പിറ്റലുകളിലുള്ളത്. ചില സമയങ്ങളിലൊക്കെ ചികിത്സാ പിഴവുകൾ ഉണ്ടാവും, ഇല്ലെന്നല്ല. എങ്കിൽ തന്നെയും നമ്മൾ ഓവറോൾ സിസ്റ്റം പരിശോധിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ ആരോഗ്യ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന പുരോഗതി എന്ന് പറഞ്ഞാൽ വളരെ വിലമതിക്കാനാകാത്ത പുരോഗതിയാണ്. അത്ര കണ്ട് വലിയൊരു പുരോഗതി എവിടെ ഉണ്ടായിട്ടുണ്ട്? ആരോഗ്യ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. കോവിഡ് രോഗദുരിത സമയത്തൊക്കെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ആളുകൾ ചികിത്സ തേടി നമ്മുടെ കേരളത്തിൽ എത്തിയിട്ടുണ്ട്. അവരൊക്കെ രോഗം ഭേദമായിട്ട് വളരെ സന്തോഷമായിട്ടാണ് കേരളത്തിൽ നിന്നും പോയിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞാൽ കേരളം ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ലോകത്തിന് മുമ്പിൽ എന്താണ്? മാതൃകയാണ്.